വെൽക്കം ടു കേൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ് ആണ്. കോഴ്സ് ഫീസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സോ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താ പറഞ്ഞ വേരിയസ് ഫോംസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നതിൽ നാക്സെൻ്റ് ഹൈഡ്രജൻ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇനി നമ്മൾ ഹൈഡ്രജൻ്റെ മറ്റൊരു ഫോമാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് പറയുന്ന പേരാണത് ആറ്റോമിക് ഹൈഡ്രജൻ എന്നുള്ള ഒരു ടേമാണ്. അപ്പോൾ നാക്സെൻ്റ് ഹൈഡ്രജൻ എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണ്? ആറ്റോമിക് ഹൈഡ്രജൻ. ആറ്റോമിക് ഹൈഡ്രജന് നമ്മുടെ മലയാളത്തിൽ പറയുന്ന പേര് പഠിച്ചിരിക്കുക മൂലക ഹൈഡ്രജൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് പറയാ? മൂലക ഹൈഡ്രജൻ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ എക്സ്പെരിമെൻ്റ് നടന്നിട്ടുള്ള വർഷത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളതൊക്കെ പഠിക്കാം. 1922 ഈ ഒരു പരീക്ഷണം നടന്നിട്ടുള്ളത്. പരീക്ഷണം നടത്തിയിട്ടുള്ള ആളുടെ പേര് എന്ന് പറയുന്നത്, ഞാൻ സ്പെല്ലിംഗ് എഴുതാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്യാം. ലാങ്മോയ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ H2 എടുക്കുന്നു. H2 എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ടങ്സ്റ്റൺ വയറുമായിട്ട് അതിനെ കോണ്ടാക്റ്റ് വരുത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചുകൊണ്ട് ചൂടാക്കുമ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ലോ പ്രഷറാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ലോ പ്രഷർ കൊടുത്തുകൊണ്ട് അത് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? H2 എന്ന് പറയുന്നത് 104.0 കിലോ കലോറി ഹീറ്റ് ചൂട് പെർ മോള് അബ്സോർബ് ചെയ്തിട്ട് H2 എന്ന് പറയുന്നത് 2 Hകളായിട്ട് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ H2 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? 2 Hകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 2 Hകളായിട്ട് മാറുന്ന സമയത്തെ ഡെൽറ്റ H, അതായത് എൻതാൾപ്പി എന്ന് പറയുന്നത് എത്രയാണ്? 104.0 കിലോ കലോറി പെർ മോള് ആണ് വന്നിട്ടുള്ളത്. ഇനി അവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ടേം എന്താണ്? ടങ്സ്റ്റൺ ഫിലമെന്റ്, അല്ലെങ്കിൽ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു വയർ നമ്മളോട് ഉപയോഗിച്ചിട്ടുണ്ട്. ടങ്സ്റ്റൺ വയർ. പ്രഷർ എന്ന് പറയുന്നത് ലോ ആണോ ഹൈ ആണോ? ലോ പ്രഷർ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് ലാങ്മോയർ എന്ന് പറയുന്ന ആള് 1922 മൂലക ഹൈഡ്രജനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? മൂലക ഹൈഡ്രജൻ H2 HH ആയിട്ട് മാറുമ്പോൾ അവിടെ അബ്സോർബ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആഗിരണം ചെയ്തിട്ടുള്ള ഡെൽറ്റ Hന്റെ വാല്യൂ ആണ് ചോദിക്കുക. അത് ഓർത്തിരിക്കുക. എത്രയാണ്? 104.0 കിലോ കലോറി പെർ മോൾ എന്നുള്ള ടേമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ഓർത്ത് ഇരിക്കേണ്ടത്. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇതിൻ്റെ ലൈഫ് ടൈം ആണ്, അല്ലെങ്കിൽ ലൈഫ് പീരീഡ് എത്രയാണ് എന്നുള്ളത് ഒരു പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പം ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക, 1/3 ഓഫ് എ സെക്കൻഡ്. ഒരു സെക്കൻഡിൻ്റെ 1/3 ഭാഗം മാത്രമാണ് അതിൻ്റെ എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ എന്നുള്ളത് മനസ്സിലാക്കുക. ചില പ്രത്യേക രീതികളൊക്കെ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ 1/3 ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര വരെ ആക്കാനായിട്ട് പറ്റുമെന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കുക. 10 സെക്കൻഡ് വരെ വേണമെങ്കിൽ ചില ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യുവാനായിട്ട് പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതെന്ന് പറയുന്നത് വളരെയധികം റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് എന്താണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആണ് എന്നുള്ളതും കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എനർജി ലെവല് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഊർജ്ജനില എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഊർജ്ജനില കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? കുറവായിരിക്കും. സ്ഥിരത എന്ന് പറയുന്നത് കുറവായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ്. ഇതാണെന്ത്? ആറ്റോമിക് ഹൈഡ്രജൻ അല്ലെങ്കിൽ മൂലക ഹൈഡ്രജൻ എന്ന് പറയുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ്. കുറച്ചുകൂടി കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.